ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം ജന്മവാർഷികം ഇപ്പോൾ വിപുലമായ രീതിയിൽ രാജ്യത്ത് ആചരിക്കുകയാണ്. പാർട്ടികളും എല്ലാവരും ആചരിക്കുന്നു, എല്ലാ ചാനലുകളും പത്രങ്ങളും ഒക്കെ അത് പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ ജന്മദിനം പറയുക എന്നുള്ളതിനപ്പുറം ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കുന്നതും ശ്രദ്ധിക്കേണ്ടതുമായ കുറേ കാര്യങ്ങൾ വന്നല്ലോ, അതൊന്ന് വിലയിരുത്തുക എന്നുള്ളത് മാത്രമാണ്. ഒന്നാമത്തെ നരേന്ദ്രമോദി ഗവൺമെൻറ് സ്വച്ഛ ഭാരത് എന്ന് പറഞ്ഞ് ഒരു വലിയ പരിപാടി കൊണ്ടുവന്നു. 10-12 കോടി ജനങ്ങൾക്ക് ശൗചാലയം കിട്ടി. അതൊരു വലിയ നല്ല ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് ജലജീവ മിഷൻ, എല്ലാ വീടുകളിലും ടാപ്പിലൂടെ വെള്ളം കൊടുക്കുന്ന ജലജീവ മിഷൻ പദ്ധതി കൊണ്ടുവന്നു. അത് മനോഹരമായിരുന്നു. പല സ്റ്റേറ്റുകളിലും ഇപ്പോൾ ഭംഗിയായി ആളുകൾ നല്ല കുടിവെള്ളം കിട്ടുന്നുണ്ട്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. മൂന്നാമതായി വന്ന വിഷയമാണ്, മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയമാണ് ആത്മഭാരത് നിർമ്മാൺ. അതായത് ഭാരതത്തിന് ആവശ്യമായ വസ്തുക്കൾ, ഇന്ത്യയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികൾ. അത് മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന പേരിൽ കുറച്ചുകൂടി വലിയ ക്യാൻവാസിൽ നേരത്തെ വന്നിരുന്നു, അതുമുണ്ട്. പിന്നെ ജനൌഷധി, പിന്നെ മെഡിക്കൽ സ്റ്റോറുകൾ, മുദ്രാ ലോൺ, കോടിക്കണക്കിന് ആളുകൾക്കാണ് മുദ്രാ ലോൺ കൊടുത്തത്. പിന്നെ കോടിക്കണക്കിന് ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഗ്യാസ് കൊടുത്തു. 10,000 കിലോമീറ്ററാണ് ദേശീയപാത വികസിപ്പിച്ചത്. അതുപോലെ തന്നെ റെയിൽവേ, വന്ദേ ഭാരത് അടക്കമുള്ള നൈട്രജൻ ട്രെയിൻ അടക്കമുള്ള വലിയ ട്രെയിനിൽ വലിയ വിപ്ലവം നമുക്കുണ്ടാക്കാൻ, റെയിൽവേയിൽ വലിയ വിപ്ലവം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ UPIയുടെ കാര്യത്തിൽ, UPI മീൻസ് നമ്മുടെ ഈ ഗൂഗിൾ, GPay അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഗൂഗിൾ പേ, പിന്നെ അതുപോലെ തന്നെ ഫോൺ പേ എന്നൊക്കെ പറയുന്ന ആ സംവിധാനം വളരെ സാധാരണക്കാർക്ക് പോലും അത് ചെയ്യാൻ പറ്റി. പിന്നെ ബാങ്ക് അക്കൗണ്ട്, കോടിക്കണക്കിന് ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റി. അതൊക്കെ വലിയൊരു വിഷയമാണ്. ഈ രാജ്യത്തൊന്നും എങ്ങനെ ബാങ്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നത്, ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റി എന്നുള്ളതും, അവർ അക്കൗണ്ടിലേക്ക് പൈസ പോകുന്നു, നേരിട്ട് അക്കൗണ്ടിലേക്ക് പല പൈസയും പോകുന്നു, ഇടനിലക്കാരൊന്നുമില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കർഷകർക്ക് 6,000 രൂപ എല്ലാ വർഷവും ചെല്ലുന്നു എന്നുള്ളതും. അങ്ങനെ ഓരോരോ വിഷയങ്ങൾ എടുക്കുമ്പോൾ കുറേ വികസിത ഭാരതത്തിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ വളരെ പ്രധാനമായി ചെയ്തൊരു പരിപാടിയാണ്. അതും അതിൻ്റേതായ ഒരു മെച്ചമുണ്ടായിട്ടുണ്ട്. 1059 MP-മാർ 10-32 രാജ്യങ്ങളിൽ പോയി നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞു. പാകിസ്ഥാൻ നമ്മെ തല്ലിയാൽ പാകിസ്ഥാനിൽ പോയി തന്നെ നമ്മൾ തിരിച്ച് തല്ലും എന്നുള്ള, അല്ലെങ്കിൽ തിരിച്ചടിക്കും എന്നുള്ള രീതിയിൽ നമ്മളതിനെ പ്രകടിപ്പിച്ചു. അത് ഭീകരവാദികളെ തകർത്തു. അത് വലിയ രീതിയിൽ ലോകത്ത് നമുക്ക് പേരുണ്ടാക്കിയതാണ്. പിന്നെ സാർക്ക് സമ്മേളനം നടത്തുന്നതുമായി ബന്ധപ്പെടുത്തി, അതുപോലെ തന്നെ നമ്മുടെ ചൈനയിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്തത് ട്രംപ് നമ്മളോട് വെല്ലുവിളിച്ചപ്പോൾ നമ്മൾ റഷ്യയും ചൈനയുമായിട്ട് ബന്ധമുണ്ടാക്കിയത്. ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിലും ഇന്ത്യയുടെ തലത്തിലുമൊക്കെ വലിയ ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് പരാതി, പിന്നെ ആർട്ടിക്കിൾ 370 കാശ്മീരിൻ്റെ ഇതെടുത്ത് കളഞ്ഞ് ഇന്ത്യയോട് ചേർക്കുന്ന വിഷയം, ഇങ്ങനെ കുറേ, പിന്നെ നോട്ട് നിരോധനം, CAA എന്ന് പറഞ്ഞാൽ ഒരുപാട് വിവാദങ്ങളും വന്നിരുന്നു. കുറേയധികം വിവാദങ്ങളും വന്നു, കുറേയധികം ഇത്തരം കാര്യങ്ങളും വന്നു. എന്തായാലും ഒരു വികസിത ഭാരതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാണ് മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ BJP ആണോ, നരേന്ദ്രമോദിയാണോ, അല്ലെങ്കിൽ മറ്റൊരാളാണോ എന്നുള്ളതല്ല നമ്മളുടെ ചാനലിനെ സംബന്ധിച്ചുള്ളൊരു വിഷയം. ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന ഈ വിഷയങ്ങളെല്ലാം കൂടി പ്രധാനമന്ത്രിയുടെ 75ാം വർഷത്തിൽ രാജ്യത്ത് ഇത് ചർച്ച ചെയ്യുന്ന സമയമായതുകൊണ്ടാണ് നമ്മളിത് സൂചിപ്പിച്ചത്. നല്ല നല്ല മിഷൻ പദ്ധതികൾ വരട്ടെ, അതിനനുസരിച്ചുള്ള മാറ്റം രാജ്യത്തുണ്ടാകട്ടെ.